ഹായ് ഡാ. നീ എവിടെയാ നീ? എത്ര ദിവസം നിന്നെ കണ്ടിട്ട്. നീ നേരെ ഇരുന്ന് നീ കാണട്ടൊന്നും നിന്നെ ഞാൻ. ഓഹ്, ഇവിടുത്തെ ജോലിയൊന്നും പറയണ്ട. പരട്ടക്കിളവന് എപ്പോഴും എന്നെ അടുത്ത് കിട്ടിക്കൊണ്ടിരിക്കണം. തോക്കും പൊങ്ങത്തില്ല, ഉണ്ടേ പൊങ്ങത്തില്ല. എന്നിട്ട് എന്നെ അടുത്ത് വിളിച്ചുകൊണ്ടിരിക്കണം ആക്ക്. പിന്നെ ഇച്ചിരി ഉണ്ട്, ഇത്രയേ ഉള്ളു സാധനം. അതിനൊക്കെ എന്റെ കുട്ടന മെച്ചം. അതേടാ കള്ള, എത്ര ദിവസം നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ ഒന്ന് വരാമോ ഒന്ന്? എത്ര ദിവസമായിടാ. നീ എണീറ്റ് നിക്കടാ ഒന്ന്. നീ എന്നാ പറഞ്ഞത് നിനക്ക് എന്നെ കാണണമെന്നില്ലേ? നിനക്ക് എന്നെ കാണണമെന്നില്ലേടാ? എത്ര ദിവസമായി നീ വാ. നീ വന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പൊ അരട്ടക്കളവൻ തുടങ്ങി. ആ കളവൻ എപ്പോഴും എന്നെ അടുത്ത് കിട്ടിക്കൊണ്ടിരിക്കണം. തോക്കില് ഉണ്ടോ അതും ഇല്ല. തോക്ക് വങ്ങു ചോദിച്ചാൽ അതും ഇല്ല. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ശരിടാ. കിളവനിനെ എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിൽ വരത്തില്ല. നീ വന്നോ? നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാരും ഇട്ടിട്ട് പോയി. ഭാര്യയോ? ഭാര്യയും പോയല്ലോ. മക്കളില്ല? മക്കളും ഉണ്ട്, രണ്ട് മുടിയനായന്മാർ. അവന്മാരുടെ ഭാര്യമാരുടെ കൂടെ പോയി. അവരുടെ ജീവിതം, പിന്നെ അവരെയും തെറ്റു പറയാൻ പറ്റില്ലല്ലോ. എന്താ പറ്റിയത്? കുമാരകോവിലെ പഞ്ചലോക വിഗ്രഹം സ്റ്റീഫൻ മോഷ്ടിച്ചു പോയി. അവനെ പിടിക്കാൻ വേളിമല വഴി ഉൾക്കാട്ടിൽ പോയി അവരെ പിടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് അവനെ പോലീസ് പിടിച്ച് കൊത്തുമ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് അവന്റെ കൂട്ടാളികൾ പാറപ്പുറത്ത് തന്നെ ചവിട്ടി താഴെയിട്ട് നട്ടലിന് പരിക്കായി. സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായതാണ്. അന്ന് കിടന്ന കിടപ്പ. ഡോക്ടർമാർ കഴിയുന്ന അത്ര പരിശ്രമിച്ചു. എണീറ്റ് നടക്കും. ഞാൻ വന്നില്ല ഇനി. 90 ദിവസം കിടന്നു അവിടെ. തിരിച്ചു വീട്ടിൽ വന്നപ്പോ പിറ്റേന്ന് പോയി അവള്. എവിടെ പോയിന്ന് എനിക്കും അറിയില്ല. എനിക്ക് സർക്കാർ തരുന്ന ശമ്പളം ഉള്ളത് കൊണ്ട് എന്റെ സർവീസിലെ 8 ഗുഡ് എൻട്രിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സർക്കിളായിട്ട് പ്രൊമോഷൻ ആവുന്ന സമയത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മെഡൽ കിട്ടുന്ന സമയത്താണ് എനിക്ക് സംഭവിച്ചത്. ആ പൈസ ഉള്ളത് കൊണ്ട് ഹോം നേഴ്സിനെങ്കിലും നിർത്തി എന്റെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞു പോകുന്നു. ഒരു ശാപം പിടിച്ച ജീവിതം പോലെയായി. സർവീസിൽ ഞാൻ ഒരു കറപ്ഷനും ചെയ്തിട്ടില്ല. ഓർക്കുമ്പോ ഇന്നത്തെ ജീവിതം എനിക്ക് നീയേ ഉള്ളൂ, വേറെ ആരുമില്ല. നിനക്ക് പൈസ എത്ര വേണേലും തരാം. നീ വരണം, ദിവസവും വരണം എൻ്റെ അടുത്ത്. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ ഈ വീടും സ്ഥലവും ആർക്കും കൊടുത്തിട്ടില്ല. ഇത് അവസാനം ഞാൻ വാങ്ങിയതാ എന്റെ പേരിൽ. ഇത് ഞാൻ നിനക്ക് തരാം. സാറ് സങ്കടപ്പെടാതെ, നമ്മൾ എണീറ്റ് നടക്കും. ഒരു മാസം കൂടെ നമ്മൾ എണീറ്റ് ഉറപ്പിക്കില്ല ഞാൻ. അങ്ങനെ നടന്നാൽ നീ എന്റെ കൂടെ ഉണ്ടാവും.
ആ പട്ടി തേവടിശി ഇതിനകത്ത് കേട്ടില്ല, മക്കളെയും കേട്ടില്ല. ഇനി നിന്നെ മതി, നീ വേറെ കല്യാണം കഴിഞ്ഞ് പോവില്ല. നിന്റെ കല്യാണം ഇതുവരെ ആയിട്ടില്ലല്ലോ. ഇല്ല. നിനക്ക് ഇനിയുള്ള കാലം എന്റെ കൂടെ കഴിഞ്ഞൂടെ? എന്താ ഒന്നും പറയാത്തെ? ആലോചിക്കാം നമുക്ക്. ആദ്യം എണീറ്റ് നടക്ക്. ഞാൻ എണീറ്റ് നടന്നില്ലെങ്കിലും നിനക്ക് എന്നെ ശുശ്രൂഷിച്ചുകൂടെ? എന്റെ കാര്യങ്ങൾ നോക്കി നിനക്ക് ഇവിടെ കഴിഞ്ഞൂടെ? എല്ലാം നിനക്ക് ഞാൻ തരാം. ആദ്യം എണീറ്റ് നടക്കട്ടെ, എന്നിട്ട് പോരെ. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണോ? നീയും അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഞാൻ എണീറ്റ് നടന്നില്ലെങ്കിൽ? ഇല്ല, സാർ എന്തായാലും എണീറ്റ് നടക്കും. ഞാനല്ലേ പറയുന്നത്. സാർ എണീറ്റ് നടക്കും, നടത്തിപ്പിക്കും അല്ലെങ്കിൽ ഞാൻ. എനിക്ക് നീ നിന്നിലേ ഉള്ളൂ ഒരു സമാധാനവും. എനിക്കിനി ഒരു ജീവിതമില്ല. ഈ ഒരു കാലനങ്ങാൻ തുടങ്ങിയത് നിന്റെ ഈ തിരുമലിന് ശേഷം. അതേപോലെ എല്ലാം അനങ്ങാൻ തുടങ്ങിക്കോളൂ. ഈ കൈ കൂടി ശരിയായ, ഈ കാലും ശരിയായ എനിക്ക് എണീച്ച് നടക്കാനാകും എന്ന് വിശ്വാസമുണ്ട്. നീ നീ ഉണ്ടാവില്ലേ? ഞാൻ കൂടെ കാണും. സാർ ഒന്നൊന്നും പേടിക്കണ്ട. സാറിന്റെ ശരീരം ശരിയാവുന്നവരെ ഞാൻ കൂടെ കാണും. നീ സാറെന്ന് വിളിക്കണ്ട, ഇന്ന് മുതൽ നിന്റെ ചേട്ടാന്ന് വിളിക്കും. ചേട്ടാന്നോ? നീ എനിക്ക് അങ്ങനെയാണ്, എൻ്റെ ജീവനാണ് നീ. എനിക്കിനി ആരുമില്ല എന്നെ ശുശ്രൂഷിക്കാൻ, എന്നെ പരിചരിക്കാൻ. എല്ലാത്തിനും നീ ഉണ്ടാവണം. നിനക്ക് എന്ത് വേണോ ഞാൻ തരും. നീ ഇനി ഒരിടത്തും പോണ്ട, ഒരിടത്തും പോണ്ട. ശാരദേ, ഇത്രയും നാള് നീയായിരുന്നു എനിക്കെല്ലാം. ഇനിയും നീ മതി.